നമസ്കാരം. പി വി അൻവർ ഏറ്റവും അധികം ആരോപണം ഉന്നയിച്ചിട്ടുള്ള രണ്ട് പേരാണ് ADGP അജിത് കുമാറും അതേപോലെ പി ശശിയും. ഇവരെ രണ്ടുപേരെക്കുറിച്ചും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ക്രൈം പലതവണ പുറത്തുവിട്ടുള്ളതാണ്. കേരളത്തിൽ ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയയിലെ ആളുകളെല്ലാം വരുന്നതിന് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1997, 99 ആ കാലഘട്ടത്തിൽ പി ശശി എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവനെ ഏറ്റുമുട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ പി ശശിയെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ അൻവർ യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ADGP അജിത് കുമാർ എന്ന് പറയുന്നത് നമ്മുടെ സരിതാ നായരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളാണെന്നും അതേപോലെ സരിതാ നായരെ കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊടുത്ത ആളാണെന്നും ഞാൻ നേരത്തെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ്. അതായത് രശ്മി എന്ന് പറയുന്ന ബിജു രാധാകൃഷ്ണൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തുന്നതിൽ രണ്ട് പേരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ബിജു രാധാകൃഷ്ണനും, രണ്ട് നമ്മുടെ സരിതാ എസ് നായരും. അന്ന് സരിതാ എസ് നായരെ മാപ്പുസാക്ഷിയാക്കിയിട്ട് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി. അല്ലായിരുന്നെങ്കിൽ 2016 കാലഘട്ടത്തിലൊക്കെ അവർ ജയിലിലായിരിക്കും. കാരണം ബിജു രാധാകൃഷ്ണൻ ആ കേസിൽ കുറ്റവാളിയാണെന്ന് കണ്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു. അതോടൊപ്പം സരിതാ നായരെ മാപ്പുസാക്ഷിയാക്കിയില്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ റിപ്പോർട്ടറായ സിന്ധു അടക്കമുള്ള ആളുകൾ എൻ്റെ സാക്ഷികളാണ്, കൃത്യമായി തെളിവുകൾ കൊടുത്താണ്. പക്ഷേ മാപ്പസാക്ഷിയാക്കി സരിതാ നായരെ രക്ഷപ്പെടുന്ന രണ്ട് പേർക്കാണ് ഉത്തരവാദിത്തം. ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രണ്ട് ADGP ഇപ്പോഴത്തെ അജിത് കുമാറും. ഇവരുടെ ഇടപെടൽ കാരണമാണ് സരിതാ നായരെ അതിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. അപ്പം ഇങ്ങനെയുള്ള സംഭവത്തിൽ ADGP അജിത് കുമാറിനെയും പി ശശിയെക്കുറിച്ച് കേരളത്തിൽ ആദ്യമായി അവരുടെ തട്ടിപ്പുകളെക്കുറിച്ച് കൃത്യമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചുള്ള ഒരു പ്രസിദ്ധീകരണമായിരുന്നു ക്രൈം. അന്ന് ഞാൻ പറഞ്ഞ കാര്യത്തിൽ പിന്നീട് ഈ പി ശശിയുടെ സെക്സ് വീഡിയോകൾ, അതായത് അദ്ദേഹം മുഖ്യമന്ത്രിൻ്റെ EK നായനാരുടെ ഭരണകാലത്ത് EK നായനാരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വിതുര പെൺവാണിഭ്യത്തിൽ അദ്ദേഹത്തിൻ്റെ മകനെ പ്രതിയാക്കി അങ്ങനെ മൂലക്കിരുത്തിയിരുന്നു. പിന്നെ ഭരിച്ചത് പി ശശിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ നമ്മുടെ പിണറായി വിജയനുമായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെയുള്ള ഒരു ഭരണമായിരുന്നു അന്ന് നടന്നിരുന്നത്. സകല തട്ടിപ്പുകളും അന്നേ ആരംഭിച്ചിരുന്നു. പിണറായി വിജയൻ കാട്ടുകള്ളനായതിന് പിന്നിൽ ഏറ്റവും പിന്നിലുള്ളത് പി ശശിയാണ്. പെൺവിഷയങ്ങൾ ധാരാളമുണ്ട്. പിണറായി വിജയനും അന്ന് പെൺവിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 2005 ഫെബ്രുവരി 2 ക്രൈമിൻ്റെ ലക്കത്തിൽ ഞാൻ കൃത്യമായി ശോഭ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയുന്നതൊന്നുമല്ല. ഇപ്പോൾ ഏറ്റവും ആരോപണ വിധേയനായ പി ശശിയെക്കുറിച്ചാണ്. പി ശശി പിന്നീട് കണ്ണൂർ ജില്ലാ പാർട്ടി സെക്രട്ടറിയായി. അന്ന് CPMൻ്റെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വ്യക്താവായ തളിപ്പറമ്പ് MLA മകളെ കയറിപ്പിടിച്ചു എന്നുള്ള ആരോപണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പാർട്ടി അന്വേഷണം നടത്തി. അതോടൊപ്പം ഹോസ്ദുർഗിലുള്ള ഒരു റിസോർട്ടിൽ ഒരു DYFIക്കാരൻ്റെ ഭാര്യയെ അസുഖമാണെന്ന് കൊണ്ട് കിടത്തുകയും അതേ സ്ഥലത്ത് പി ശശി പോയി കിടക്കുകയും ഇവർ തമ്മിലുള്ള സെക്ഷൽ ബന്ധം പുറത്തു വരികയും ചെയ്തു. അങ്ങനെ പാർട്ടിക്കുള്ളിൽ ലൈംഗിക ആരോപണങ്ങൾ ശക്തമായി വന്നു. ഈ MLA മകളെ ഈ സ്ഥലത്ത്, അതായത് CPMൻ്റെ പാർട്ടി ഓഫീസിൽ വെച്ച്, കണ്ണൂരിലെ പാർട്ടി ഓഫീസിൽ വെച്ച് ഇദ്ദേഹം കണ്ണിന് എന്തോ പൊടി കയറി എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും വേറെ റൂമിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ചെന്ന് കയറിപ്പിടിച്ചു എന്നുള്ളതാണ് പരാതി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പി ശശി അന്വേഷണ വിധേയമായി അന്ന് വിജയരാഘവനും വൈക്കം വിശ്വനുമാണ് 2 അംഗ കമ്മീഷൻ നിയമിച്ചിരുന്നത്. ഈ കമ്മീഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്തു. അതിൽ അദ്ദേഹം പി ശശി ഇങ്ങനെ ലൈംഗിക ആരോപണം, അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ആരോപണം ശരിയാണെന്ന് തെളിയുകയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ പാർട്ടി തിരിച്ചെടുത്തതെന്ന് അറിയണ്ടേ? അവിടെയാണ് തട്ടിപ്പ്. അതായത് പിണറായി വിജയൻ്റെ പി ശശിയുടെയും തട്ടിപ്പ് അവിടെയാണ്. പി ശശിയെ ഒഴിവാക്കിയും കൊണ്ട് പിണറായി വിജയന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിന് കാരണം ഐസ്ക്രീം പാർലർ പെൺവാണിഭം തുടങ്ങിയത് മുതൽ അട്ടിമറിക്കുന്നതിന് വേണ്ടി കോടികൾ വാങ്ങിയിട്ടുള്ള ആളാണ് പിണറായി വിജയനും പി ശശിയും. അത് ഞാൻ രേഖാമൂലം പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളതാണ് പി ശശി. ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ട് ഇപ്പോൾ 25 വർഷം പിന്നിടുകയാണ്. എനിക്കെതിരെ ഒരു കേസും ഇതുവരെ വന്നിട്ടില്ല. കാരണം അത്രയും ശക്തവും വ്യക്തമായ തെളിവുകളാണ് ഞാൻ പുറത്തുവിട്ടത്. ഇനി അദ്ദേഹത്തിന് കേസ് കൊടുക്കാനും പറ്റില്ല. കാരണം 25 വർഷം മുമ്പ് നോട്ടീസ് അയച്ച കാര്യത്തിൽ ഇനി അദ്ദേഹത്തിന് കേസ് കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള പി ശശി അദ്ദേഹം എന്നെ കള്ളക്കേസിൽ കുടുക്കി
അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് ജയിലിൽ അടപ്പിച്ച് എന്നെ ഗുണ്ടകളെ ജയിലിൽ കയറ്റി എന്നെ അപായപ്പെടുത്താനുള്ള പരിപാടി ആയിരുന്നു. ഏറ്റുമുട്ടൽ എന്ന നിലയിൽ ജയിലിൽ വെച്ച് ഞാൻ കൊല്ലപ്പെടുമെന്ന് പി ശശി ശോഭന ജോർജിന് തന്നെ ഉറപ്പ് നൽകിയിരുന്നു. അതോടൊപ്പം ക്രൈമും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് രാത്രി നസീലിയും ശോഭന ജോർജിനെ ബ്ലൂ ഫിലിം കാസറ്റ് ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് എടുക്കും. അതേപോലെ പി ശശിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എടുത്ത എല്ലാ വീഡിയോകളും, അതായത് അന്ന് കാസറ്റുകളെല്ലാം തന്നെ തിരിച്ച് എടുത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ശ്രീ ശശി കൃത്യമായി അത് ചെയ്തു. എന്നെ അർദ്ധരാത്രി എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കാരണം എങ്ങനെയാണ്, തിരുവനന്തപുരത്ത് ഒരു കള്ളപ്പരാതി കൊടുക്കുന്നു, അർദ്ധരാത്രി കോഴിക്കോടുള്ള കമ്മീഷണർക്ക് ഫാക്സ് സന്ദേശം വഴി അദ്ദേഹത്തിന് പത്മകുമാർ എന്ന് പറഞ്ഞ ഫാക്സ് സന്ദേശം അയക്കുന്നു. അർദ്ധരാത്രി 1 മണിക്ക് കാത്തു നിൽക്കുകയാണ് പത്മകുമാർ. അങ്ങനെ എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്നു, പിന്നെ എന്നെ ജയിലടയ്ക്കുന്നു. എന്നെ അർദ്ധരാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. രാത്രി എൻ്റെ ഓഫീസിൽ പോലീസ് കയറി എന്നെ രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോകുന്നു. ആ രേഖകളെല്ലാം പിന്നീട് പി ശശിക്ക് കിട്ടി. അതായത് ഈ സെക്സ് വീഡിയോകളെല്ലാം പി ശശിയുടെയും അതേപോലെ നമ്മുടെ ശോഭന ജോർജിൻ്റെയും, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു പെൺപിടിയനാണ്, പെൺവേട്ടക്കാരനാണ്, എവിടെ ഒരു തുണിക്കഷം കണ്ടാൽ മതി അങ്ങനെ ഒരാളാണെന്നുള്ളത് തെളിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയാണ് കണ്ണൂരിൽ ഇത് സംഭവം വന്നപ്പോൾ പാർട്ടി നിശ്ചയിച്ചു വൈക്കം വിശ്വനെയും അതേപോലെ വിജയരാഘവനെയും. അവരന്വേഷിച്ച് കൃത്യമായി റിപ്പോർട്ട് കൊടുത്തു, പി ശശി കുറ്റം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഇത് പാർട്ടി മാത്രം നിൽക്കേണ്ട ഒരു കാര്യമല്ല, പാർട്ടി കോടതിയിലല്ല ഈ സാധനം വേണ്ടത്, ഇത് ക്രിമിനൽ കോടതിയിൽ നേരിടേണ്ട പ്രശ്നമാണ്, ജുഡീഷ്യറിയിൽ വരേണ്ട കേസാണ്. ഞാൻ നേരെ കണ്ണൂർ കോടതിയിലും അതേപോലെ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിലും ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയിലും കേസ് കൊടുത്തു. ഹോസ്ദുർഗ് കോടതിയുടെ അതിർത്തിയിലുള്ള സ്ഥലത്താണ് ഈ പീഡനം നടന്നു എന്നുള്ള ആരോപണം വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ കണ്ണൂർ കോടതിയിലാണ്, അതിൻ്റെ അതിർത്തിയിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് നിൽക്കുന്നത്. അങ്ങനെ ഈ കേസ് വന്നു. കേസിൽ ഞാൻ സാക്ഷികളാക്കി വെച്ച ആരൊക്കെ അറിയാം, വിജയരാഘവൻ, വൈക്കം വിശ്വൻ, കൂടാതെ VS അച്യുതാനന്ദൻ, അതേപോലെ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി, പിന്നെ പ്രകാശ് കാരാട്ട്. ഇവരെല്ലാവരും തന്നെ പത്രസമ്മേളനത്തിൽ കൃത്യമായി പി ശശി കുറ്റക്കാരനാണെന്നും ലൈംഗിക കുറ്റം ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്നും കൃത്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ അന്വേഷണം നടത്തിയിട്ടുള്ള റിപ്പോർട്ട് പാർട്ടിക്കാണ് കൊടുത്തത്, അതിൻ്റെ കോപ്പി എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് അത് കോൾ ഫോർ ചെയ്യാനും ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്തു. എന്നാൽ എന്താ പാർട്ടി ചെയ്തത് അറിയാമോ? ഈ രേഖകൾ ഒന്നും തന്നെ, ഈ രേഖ അതായത് പി ശശി കുറ്റക്കാരനാണെന്ന് പറയുന്ന, ലൈംഗിക കുറ്റം ചെയ്തു എന്ന് പറയുന്ന ആ രേഖ കോടതിയിൽ ഹാജരാക്കിയില്ല. ഹോസ്ദുർഗ് കോടതിയും അതേപോലെ കണ്ണൂർ കോടതിയും ഇതിന് കോൾ ഫോർ ചെയ്തെങ്കിലും അവർക്ക് ഹാജരാക്കിയില്ല. മാത്രമല്ല ഈ പറയുന്ന സാക്ഷികളെല്ലാം വൈക്കം വിശ്വൻ, വിജയരാഘവൻ, അതേപോലെ പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ, പ്രകാശ് കാരാട്ട് ഇവരാണ് പരസ്യ പ്രസ്താവന ചെയ്തത്. ഇവരും ഹാജരായില്ല. മാത്രമല്ല ഹൈക്കോടതിയിൽ ഇവർ പെറ്റീഷൻ ഫയൽ ചെയ്തു, ഞങ്ങളെ ഒഴിവാക്കണം, ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പം യഥാർത്ഥത്തിൽ ആരാണ് സാക്ഷികൾ? ഇവർ കോടതിയിൽ വന്ന് ഈ രേഖകൾ തരണം. പകരം ഇവർ ഹൈക്കോടതി പോയി അവരെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഹർജി ഫയൽ ചെയ്തു, അവരെ ഒഴിവാക്കി ഹൈക്കോടതി. ഈ രേഖകൾ ഹാജരാക്കേണ്ട വൈക്കം വിശ്വനോ ഈ രേഖകൾ ഹാജരാക്കേണ്ട വിജയരാഘവനോ ഈ രേഖ ഹാജരാക്കിയില്ല. അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ഹാജരാക്കണം, അതും നടന്നില്ല. അതോടുകൂടിയിട്ട് കേസ് എന്തായി? തെളിവില്ല എന്നുള്ള പേരിൽ, തെളിവ് ഹാജരാക്കാൻ പറ്റിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആ കേസ് തള്ളി. അതായത് കേസിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ സാക്ഷികളും അതേപോലെ തെളിവും ഹാജരാക്കാൻ പറ്റാത്തതുകൊണ്ട് തള്ളി. അതിനർത്ഥം എന്താണ്? പാർട്ടി അന്വേഷിച്ച ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ കള്ളമാണെന്നാണോ? അല്ല. പക്ഷേ പാർട്ടി എന്ത് ചെയ്തു? പിണറായി വിജയൻ എന്ത് ചെയ്തു? കോടിയേരി ബാലകൃഷ്ണൻ എന്ന പാർട്ടി സെക്രട്ടറി അദ്ദേഹവും പി ശശിയുമായി ഗൂഢാലോചന നടത്തി. ആ സംഭവം എന്ത് ചെയ്തു? പിന്നെ അവർ പറഞ്ഞു പി ശശിയെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു, അദ്ദേഹത്തെക്കുറിച്ച് കോടതി കേസ് തള്ളിയിരിക്കുന്നു. 2 കോടതികളാണ് കേസ് തള്ളിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് നടന്നത്? കേസേ നടന്നിട്ടില്ല, സാക്ഷികൾ വന്നില്ല, രേഖ ഹാജരാക്കിയില്ല. പിന്നെ എങ്ങനെയാണ് പി ശശിയെ തിരിച്ചെടുക്കുക? പാർട്ടി ഒരു കാര്യം അന്വേഷിച്ച് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് അവരുടെ ഫൈനലാണ്. ആ ഫൈനലായ കാര്യത്തെ ഏതെങ്കിലും ക്രിമിനൽ കേസിലേക്ക് വരണമെങ്കിൽ അവർ കോടതിയിൽ ഹാജരാക്കണം. കോടതി ഹാജരാക്കിയില്ല, സാക്ഷികൾ ഹാജരായില്ല. ഞാനാണ് പരാതിക്കാരൻ, കൃത്യമായി ഞാൻ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിന് ആസ്പദമായ രേഖ എൻ്റെ കൈവശമല്ല, CPM കൈവശമാണ്.
ഈ സാക്ഷികളാണ് പരസ്യ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കാരണം കൃത്യമായി പറഞ്ഞിട്ടുള്ള ഇവരാണ്. അതുകൊണ്ട് ഇവരെ കോടതിയിൽ മൊഴി നൽകണമെന്നാണ് പറഞ്ഞത്. ഇവർ വരാത്തത് കൊണ്ടും ഈ ഡോക്യുമെൻ്റ് ഹാജരാക്കാത്തത് കൊണ്ടാണ് പി ശശി രക്ഷപ്പെട്ടത്. പക്ഷേ പേരെന്താ അറിയോ? പാർട്ടി കൊടുത്ത നിർവചനം പി ശശി അവിടുന്ന് കോടതി അദ്ദേഹത്തിനെതിരെയുള്ള കേസ് കളവാണെന്ന് കണ്ട് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്നാണ് കള്ളം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വളഞ്ഞ വഴിയിലൂടെ വ്യാജമായ കോടതി ഉത്തരവിനെ തെറ്റിദ്ധരിപ്പിച്ച് കള്ളമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അനുകൂലമായി വിധിയുണ്ടായി എന്ന് പറഞ്ഞ് ആണ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ തിരിച്ചെടുത്ത് പിണറായി വിജയൻ വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ പാർട്ടി രേഖ എന്ന് പറഞ്ഞാൽ ഫൈനലാണ്. അതിൽ കോടതിയൊന്നും ഇടപെടേണ്ട, കോടതിക്കൊന്നും യാതൊരു പങ്കുമില്ല അവർക്ക്. അവരന്വേഷിച്ച രേഖ പ്രകാരമാണ് അദ്ദേഹം പാർട്ടിയിൽ കുറ്റക്കാരനായിട്ടുള്ളത്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ്. പക്ഷെ തിരിച്ചെടുക്കാൻ പിണറായി വിജയനും അതേപോലെ കോടിയേരി ബാലകൃഷ്ണനും പി ശശിയും കൂടി ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയ ഒരു പ്ലാനും ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് അദ്ദേഹത്തെ തിരിച്ചെടുത്തത്. അദ്ദേഹത്തിനെതിരെയുള്ള ലൈംഗികാരോപണം ഇന്ന് വരെ അത് തകർക്കപ്പെട്ടില്ല. ആ രേഖ ഇപ്പോഴും പാർട്ടിയുടെ കൈവശമുണ്ട്. ആ പാർട്ടി രേഖ പ്രകാരമുള്ള പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെ ഒരിക്കലും തിരിച്ചെടുക്കാനുള്ള ഒരു മാനദണ്ഡമായിരുന്നില്ല കോടതിയിലെ വിധി. കോടതിയിലെ വിധി എന്ന് പറഞ്ഞാൽ കൃത്യമായി തെളിവ് ഹാജരാക്കാത്തതുകൊണ്ട്, ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാത്തതുകൊണ്ട്, സാക്ഷികൾ ഹാജരാകാത്തത് കൊണ്ടാണ് കേസ് തള്ളിപ്പോയത്. ഇങ്ങനെയാണ് പിണറായി വിജയനും അതേപോലെ കോടിയേരി ബാലകൃഷ്ണനും പി ശശിയും കൂടെയൊക്കെ പല കാര്യങ്ങളും ഒപ്പിച്ചിട്ടുള്ളത്. പിന്നീട് നമുക്കറിയാം, കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ എന്താ ചെയ്തത് പിണറായി വിജയൻ? അദ്ദേഹം നേരെ തിരുവനന്തപുരത്ത് പോലും ദർശനത്തിന് വെക്കാതെ കണ്ണൂരിൽ കൊണ്ടുപോയി, തലശ്ശേരിയിൽ കൊണ്ടുപോയി ദ്രുതഗതിയിൽ പയ്യാമ്പലം കടപ്പുറത്ത് ശവസംസ്കാരങ്ങളൊക്കെ നടത്തിയുള്ള വിദ്വാനാണ് പിണറായി വിജയൻ. പാർട്ടി അണികളെ എല്ലാം വഞ്ചിച്ചുകൊണ്ട് തിരുവനന്തപുരത്തുള്ള പാർട്ടി അണികളെല്ലാം കോടിയേരി ബാലകൃഷ്ണൻ എന്നൊരു നോക്ക് കാണാൻ കാത്തിരുന്നിരുന്നു. എന്നാൽ പിണറായി വിജയൻ നേരെ അത് ബോഡി തലശ്ശേരിക്ക് കൊണ്ടുവരികയും മട്ടന്നൂർ കൊണ്ടുവരികയും മട്ടന്നൂരിൽ നിന്ന് തലശ്ശേരി കൊണ്ടുവരികയും അവിടെ ബോഡി കാണിച്ച് അപ്പോൾ തന്നെ സംസ്കരിക്കുകയും ചെയ്തു. അങ്ങനത്തെ ചതിയനാണ് ഈ പറയുന്ന പിണറായി വിജയൻ. ഈ പിണറായി വിജയന് വേണ്ടിയിട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ അന്ന് പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ വേണ്ടി പി ശശിയെ തിരിച്ചെടുത്തത്. യഥാർത്ഥത്തിൽ ഇതാണ് നടന്നിരിക്കുന്നത്. അല്ലാതെ പി ശശി കുറ്റമുക്തനല്ല. പി ശശി ഈ പറയുന്ന ആരോപണത്തിൽ ഇപ്പോഴും കുറ്റക്കാരനാണ് എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ഒരാളെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത്. ഒരു പെൺവേട്ടക്കാരനെ, ഒരു പെൺപിടിയനെ, മാഫിയ തലവനെയാണ് പിണറായി വിജയൻ അവിടെ തിരുവനന്തപുരത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വെച്ചിരിക്കുന്നത്. ഈ പി ശശിയെ കുറിച്ചിട്ടാണ് ഈ പി വി അൻവർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ പിണറായി വിജയൻ ഒരിക്കലും ഒരു കാലഘട്ടത്തിലും പി ശശിയെ തള്ളിക്കളയില്ല. കാരണം അത്രയും അവർ തമ്മിൽ നടത്തിയിട്ടുള്ള മാഫിയ പ്രവർത്തനങ്ങളുണ്ട്, പണ ഇടപാടുകളുണ്ട്. ഈ പണ ഇടപാടുകളും അതേപോലെ രഹസ്യ കാര്യങ്ങളുണ്ട്. പലരെയും വെട്ടിയും ജയിലിലടച്ചും കൊന്നും എല്ലാ കാര്യങ്ങളും തെളിവുകൾ പി ശശിയുടെ കൈവശമുണ്ട് പിണറായി വിജയനെ കുറിച്ച്. പിന്നെ എങ്ങനെ പി ശശിയെ പിണറായി വിജയൻ കൈവിടും? പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവറിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അത് ചെയ്തിരിക്കുകയാണ്. എന്തായാലും പി വി അൻവർ പറഞ്ഞ ആരോപണം 100% ശരിയാണ്. പി വി അൻവർ ഇപ്പോഴാണ് പറഞ്ഞതെങ്കിൽ ഞാൻ 1999 പി ശശിയെക്കുറിച്ചുള്ള കൃത്യമായുള്ള തെളിവുകൾ പുറത്തുവിട്ടുള്ളത്. പിന്നീട് കോടതിയിൽ നിയമപരമായി ഫൈറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നന്ദി, നമസ്കാരം.